മുഖ്യമന്ത്രി നടത്തിയൊരു പ്രസ്താവന എത്ര ആലോചിച്ചിട്ടും എന്താണ് അങ്ങനെ ഒരു പ്രസ്താവന അദ്ദേഹം നടത്താനിടയായത് എന്ന് പിടികിട്ടുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ 3 പേരെയല്ലേ കാണാതായത്, എന്നാൽ LDFിൻ്റെ കാലത്ത് 148 പേരെ കടലിൽ കാണാതായി. ഇത് ഒരു മുഖ്യമന്ത്രി പറയേണ്ട കാര്യമാണോ? മുഖ്യമന്ത്രി എന്ന നിലയിൽ നടത്തേണ്ട പ്രതികരണമാണോ? പ്രകൃതിക്ഷോഭങ്ങൾക്ക് രാഷ്ട്രീയ മാനം നൽകണോ? അത്യന്തം ഹീനമായ നിലപാടല്ലേ ഇത്? അങ്ങനൊരു നിലപാട് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടുണ്ടോ? നമ്മുടെ നാട്ടിൽ ഓരോ കാലത്തും വിവിധ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. കടൽക്ഷോഭം, ചുഴലിക്കാറ്റ്, കാലാവസ്ഥാ വ്യത്യാസം മൂലമുള്ള മറ്റു ദുരന്തങ്ങൾ, ഇതെല്ലാം വരുമ്പോഴാണല്ലോ നമ്മളെല്ലാവരെയും വേദനിപ്പിക്കുന്ന അപകടങ്ങൾ സംഭവിക്കുന്നത്. അത്തരത്തിൽ ഒന്നായിരുന്നു ഓഖി. അതിനു മുൻപ് നമ്മുടെ നാട്ടിലും തമിഴ്നാടിൻ്റെ തീരത്തും സുനാമി ആഞ്ഞടിച്ചു. എത്ര വലിയ നഷ്ടമാണ് ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ ദുരന്തങ്ങളിലെ മരണനിരക്കുകളോ കാണാതെ പോയവരുടെ എണ്ണമോ എടുത്ത് താരതമ്യം ചെയ്യുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അതാണ് ആലോചിക്കേണ്ടത്. ഇവിടെ സംഭവിച്ച വീഴ്ചകൾ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുക എന്താണ് പ്രധാനം. ആ വീഴ്ചകൾ മറച്ചു വെക്കാൻ മരണങ്ങളെ വെച്ചുള്ള താരതമ്യത്തിലേക്ക് കടക്കരുത്. അത് സാധാരണ രീതിയല്ല. അങ്ങേയറ്റത്തെ ഹൃദയശൂന്യമായ നിലപാടാണത്. അത്തരമൊരു നിലപാട് സംസ്ഥാന മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടാകാൻ പാടില്ല. ഇവിടെ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ആ കാലത്ത് LDFിൻ്റെ കാലത്ത് തെരച്ചിലിലും രക്ഷാപ്രവർത്തനത്തിലും ഒരു തരത്തിലുള്ള പരാതിയും ആരുടെ ഭാഗത്തു നിന്നും ഉയർന്നിരുന്നില്ല. ഇവിടെ മുഖ്യമന്ത്രിയുടെ അവകാശവാദം മറ്റൊരു അവകാശവാദം പുറപ്പെടുവിച്ചു. ഡ്രോണും ഹെലികോപ്റ്ററും ഉപയോഗിച്ച് ചരിത്രത്തിൽ ആദ്യമായാണ് തെരച്ചിൽ നടത്തുന്നത് എന്ന്. ഇത് പഴയ കാലത്ത് ഉള്ള സംഭവങ്ങൾ പൂർണ്ണമായി മറച്ചു വെക്കലാണ്. ദുരന്ത സമയത്ത് എയർഫോഴ്സിൻ്റെ, നേവിയുടെ ഹെലികോപ്റ്ററുകൾ, കപ്പലുകൾ അതെല്ലാം ഇവിടെ രംഗത്തിറങ്ങിയിരുന്നു. 100 കണക്കിന് തൊഴിലാളികളെ രക്ഷപ്പെടുത്താനും കഴിഞ്ഞിരുന്നു. ഇതെല്ലാം നമ്മുടെ നാടിൻ്റെ അനുഭവമല്ലേ? അത് മറന്നുപോയോ? അപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ നാടിൻ്റെ ദുരന്തത്തിൽ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. ആദ്യമാണെന്ന് പറയുന്നത് ശരിയാണോ? ഇപ്പോൾ ഹെലികോപ്റ്ററും ഡ്രോണും ഒക്കെ ഇറങ്ങിയെന്ന് പറയുമ്പോൾ അതിലുള്ള പ്രശ്നം എന്താണ്? നമ്മൾ സാധാരണ പറയാറില്ലേ, റോഡ് ആക്സിഡൻറ്റിലൊക്കെ ഗോൾഡൻ അവറിനെ പറ്റി പറയാറില്ലേ? ആ ഗോൾഡൻ അവർ എന്ന് പറയുന്നത് ഈ അപകടം നടന്ന ആദ്യ മണിക്കൂറുകളാണ്. ആ ഘട്ടത്തിൽ നമുക്ക് നീങ്ങാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള പരാതി. അതാണ് ഗൗരവമായിട്ട് കാണേണ്ടത്. ഇപ്പോൾ മന്ത്രിമാർ ഇത്തരം ഘട്ടങ്ങളിൽ സംസാരിക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഒരു മന്ത്രി സംസാരിച്ചത് കടലിൽ കാണാതായാൽ മൃതദേഹങ്ങൾ കിട്ടാൻ ദിവസങ്ങൾ എടുക്കാറുണ്ട്. അത് സർക്കാർ തെരച്ചിൽ നടത്താഞ്ഞിട്ടല്ല. ഇതാണ് പ്രതികരണം. ഈ പ്രതികരണം
എത്ര കണ്ട് മുറിവ് നമ്മുടെ ഈ ദുരിതത്തിനിരയായ കുടുംബങ്ങൾക്ക് ഉണ്ടാക്കുമെന്നത് അദ്ദേഹം ഓർമ്മിച്ചില്ല എന്നാണ് തോന്നുന്നത്. ഏതായാലും ഇത്തരം കാര്യങ്ങളൊന്നും സാധാരണഗതിയിൽ പറയേണ്ട ഒരു ഘട്ടമല്ല ഇത്. പക്ഷേ വല്ലാത്ത വ്യാപകമായ വീഴ്ചകൾ സംഭവിച്ചപ്പോൾ മേലത് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഇതൊന്ന് ചൂണ്ടിക്കാണിക്കണമല്ലോ എന്ന് തോന്നിയതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറയാൻ നിർബന്ധിതമായത്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാണ്, ദുരിതത്തിനിരയായ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ കണ്ണീരൊപ്പുന്നതിനാവശ്യമായ കാര്യക്ഷമമായ തെരച്ചിൽ നടത്താനുള്ള നടപടികൾ സർക്കാർ അടിയന്തരമായി സ്വീകരിക്കണം. അതോടൊപ്പം കുടുംബങ്ങൾക്ക് നേരത്തെ പറഞ്ഞ രീതിയിലുള്ള എല്ലാ സംരക്ഷണ നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. ഇതാണ് പൊതുവെ ഈ ഘട്ടത്തിൽ പറയാനുള്ള കാര്യം.